ADGP അജിത് കുമാറിന് എതിരായിട്ടുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പിൻ്റെ ചെയർമാൻ DGPക്ക് കൊടുത്തിരുന്നു. DGP ആ റിപ്പോർട്ട് കണ്ടു, വായിച്ചു. അത് ഹോമിലയച്ച് ഹോം സെക്രട്ടറി അത് കണ്ട് ആ റിപ്പോർട്ട് പിന്നെ ആഭ്യന്തര വകുപ്പിന് കൈമാറി. ആഭ്യന്തര വകുപ്പ് മന്ത്രി കണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഫയലിൽ, മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്ത് എത്തിയെങ്കിൽ മാത്രമേ സസ്പെൻഷൻ എഫക്റ്റീവിലാവൂ. പക്ഷേ DGP അത് കുറച്ച് ദിവസം കൊണ്ട് ഈ റിപ്പോർട്ട് പതുക്കി വെച്ചു എന്നൊരു ആരോപണം വന്നു. അങ്ങനെ അത് വാർത്തയായപ്പോൾ DGP അത് ഫോർവേഡ് ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ രവിത ചന്ദ്രശേഖർ ആ റിപ്പോർട്ടിൽ കുറച്ചുകൂടെ വിശദീകരണം വേണം എന്ന് പറഞ്ഞിപ്പം മടക്കി അയച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അത് വളരെ തന്ത്രപരമായ ഒരു നീക്കം തന്നെയാണ്. കാരണം ഈ മാസം അവസാനത്തോടു കൂടി ADGP അജിത് കുമാറിന് ഈ മാസം 31-ാം തീയതി ഫയർഫോഴ്സ് ഡയറക്ടറായിട്ട് ഉള്ള DGP റിട്ടയർ ചെയ്യും. ആ സ്ഥാനത്തേക്ക് ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്തേ പറ്റുള്ളൂ. വേക്കൻസി വന്നു. 31-ന് വേക്കൻസി വരും. 1-ാം തീയതി അല്ലെങ്കിൽ 30-ാം തീയതി തന്നെ ADGP അജിത് കുമാറിന് പ്രൊമോഷൻ കൊടുത്തേ പറ്റുള്ളൂ. ഈ സന്ദർഭത്തിലാണ് അതിന് മുമ്പ് ഒരു സസ്പെൻഷൻ ഉണ്ടാകും എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷേ രവിത ചന്ദ്രശേഖർ ആ റിപ്പോർട്ട് ഹോമിൽ കൊടുക്കാതെ പതുക്കി വെച്ച് കുറച്ച് ദിവസം. പക്ഷേ അത് വലിയ പ്രശ്നങ്ങളായി പൊന്തി വന്നപ്പം കൊടുക്കുന്നുവെന്ന് പറഞ്ഞു. പക്ഷേ വീണ്ടും അത് SITയിലേക്ക് മടക്കി. ചില വിശദീകരണങ്ങളൊക്കെ ആവശ്യം. ഒരു സസ്പെൻഷന് ഒരു കോൺസ്റ്റബിൾ മുതൽ DYSP വരെ അല്ലെങ്കിൽ SP വരെയുള്ളവർക്കെതിരായിട്ട് ഒരു പ്രിലിമിനറി ചെറിയ ഒരു റിപ്പോർട്ട് കിട്ടിയാൽ അപ്പോൾ തന്നെ സസ്പെൻഡ് ചെയ്യും. അതൊരു പണിഷ്മെൻ്റ് അല്ല. പക്ഷേ ഇവിടെ അങ്ങനൊരു സസ്പെൻഷന് കൊടുക്കാൻ പോലും രവിത ചന്ദ്രശേഖർ തയ്യാറായില്ല. അതിന് പകരം ആ റിപ്പോർട്ട് മടക്കി. ഇനി അത് വരാൻ 2 ആഴ്ച പിടിക്കും. അപ്പോൾ അതിന് ആ സമയത്തിനിടയ്ക്ക് ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തേ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് രവിത ചന്ദ്രശേഖറിൻ്റെ ആഗ്രഹം ഇദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യണം, അതിനുശേഷം സസ്പെൻഷൻ നടക്കുന്നെങ്കിൽ നടക്കട്ടെ എന്നാണ് ചിന്തിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ഇത്രയും ദിവസം പതുക്കി വെച്ചപ്പം അതൊരു ആരോപണമായിട്ട് വെളിയിൽ വന്നപ്പോൾ അദ്ദേഹം അതിനകത്തൊരു കുറിയിട്ട് മടക്കുകയാണ് ചെയ്തത്. ആദ്യത്തെ ദിവസം കൊടുത്ത ദിവസം തന്നെ കുറിയിട്ട് മടക്കായിരുന്നല്ലോ. പക്ഷേ അതൊരു വാർത്തയായി, അതൊരു കുറ്റാരോപണമായി എന്ന് വന്നപ്പോഴാണ് അതിൻ്റെ കുറച്ചുകൂടെ വിശദീകരണം ഉണ്ടെങ്കിൽ അതിനെന്തെങ്കിലും നടപടിയെടുക്കാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ഫയൽ മടക്കി. ഇനി SIT അത് എവിടെയാണ് ആ റിമാർക്സ് അദ്ദേഹം പറഞ്ഞത് അതിന് വിശദീകരണം നൽകി അഡീഷണൽ റിപ്പോർട്ട് കൊടുത്തെങ്കിൽ മാത്രമേ ഫയൽ നീങ്ങുള്ളൂ. എന്തായാലും ADGP അജിത് കുമാറിൻ്റെ സസ്പെൻഷൻ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുണ്ടാവില്ല എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കും. അദ്ദേഹം ചിലപ്പോൾ റിസൈൻ ചെയ്ത് പോകാം. കാരണം അദ്ദേഹത്തിന് കിട്ടാനുള്ള ആനുകൂല്യങ്ങളെല്ലാം ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ലഭിച്ചു. DGP റാങ്ക് ലഭിച്ചു. ഇനി അദ്ദേഹത്തിന് ഒരു പോസ്റ്റിംഗ് DGPയുടെ വേക്കൻസി ലഭിക്കില്ല എന്നറിയാം. പക്ഷേ ഒരു DGPയുടെ പെൻഷൻ കിട്ടും. അല്ലെങ്കിൽ ADGPയുടെ പെൻഷൻ ആയിപ്പോയേനെ. DGPയുടെ പെൻഷൻ ഇവിടെ കിട്ടി അദ്ദേഹം സ്വയം രാജിവെച്ച് പോകാനാണ് സാധ്യതയെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള സൗകര്യം ഒരുക്കുന്നു ഇവിടെ എന്നാണ് മനസ്സിലാകുന്നത്. നമുക്കറിയാമല്ലോ, ചെറിയൊരു തെറ്റിന് എത്രയോ പോലീസുകാരെ നിർദാക്ഷിണ്യം ഈ IPS ഓഫീസർമാർ സസ്പെൻഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എന്തുകൊണ്ട് അതിലും വലിയ ഗ്രാവിറ്റിയുള്ള, അതിലും വലിയൊരു കുറ്റം ചെയ്ത ഒരു വ്യക്തി, കാരണം കേസ് ഡയറി തിരുത്തി, കേസ് ഡയറിയിലെ നേരത്തെ എഴുതി വെച്ച സത്യസന്ധമായ കാര്യങ്ങൾ അത് അസത്യമായ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ചേർപ്പിച്ചു. അതിൻ്റെ ഡയറി മാറ്റി, ഡയറിയിൽ ആ പ്രതികളെ രക്ഷപ്പെടുത്താനുള്ള രീതിയിൽ സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ചേർത്തു. അങ്ങനെയൊക്കെ വലിയ ഒരു ഫോർജറി അല്ലെങ്കിൽ ഒരു ചീറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ നടത്തി. ഒരു സത്യസന്ധമായ ഒരു അന്വേഷണമല്ല നടത്തിയത്. പ്രതികളെ രക്ഷപ്പെടുത്താൻ തുനിഞ്ഞപ്പം ആ ഒരു കേസിലും ആ ADGP പ്രതിയാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും ആ കേസിനകത്ത് ഇദ്ദേഹത്തിനെ പ്രതിയാക്കി തന്നെ അന്വേഷണം മുന്നോട്ട് പോകും എന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷേ അതൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. കാരണം തെറ്റ് ചെയ്തത് അദ്ദേഹമാണ്. ആ കേസ് ഡയറി എഴുതിയ ഓഫീസർമാരാരുമല്ല, അതിൻ്റെ സാക്ഷികൾ ആരുമല്ല. തെറ്റ് ചെയ്തത് ADGP അജിത് കുമാർ അദ്ദേഹം തന്നെയാണ്.
അത് കറക്റ്റ് ചെയ്യിപ്പിച്ചത്. ആ ഫയലിൻ്റെ കേസ് ഡയറിയുടെ ഫോട്ടോ, ആദ്യത്തെ കേസിൻ്റെ ഫോട്ടോസ്റ്റാറ്റും ആ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലുണ്ട്. അദ്ദേഹം തിരിച്ചെഴുതിയ കേസ് ഡയറിയുടെ ഫോട്ടോസ്റ്റാറ്റും ഇപ്പോൾ അവരുടെ കയ്യിലുണ്ട്. ഒരേ കേസ് ഡയറിക്ക് വ്യത്യസ്തമായ 2 രീതിയിലുള്ള കേസ് ഡയറീസാണ് ഇപ്പം ഉണ്ടാക്കി വച്ചിരിക്കുന്നത്. അത് ADGPയുടെ ഡയറക്ഷനോടുകൂടി അദ്ദേഹത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് അങ്ങനെ സത്യത്തെ വളച്ചൊടിച്ച് അപക്വമായ രീതിയിൽ ഒരു കേസ് ഡയറി എഴുതി അത് കോടതി കൊടുത്തു എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇതുപോലെ ചെയ്യുന്ന ഒരു ജൂനിയർ പോലീസുകാരനോ അല്ലെങ്കിൽ ഓഫീസർമാരെയോ അവരെയൊക്കെ സർവീസിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയും. ഇവിടെ അതൊന്നും ഇതുവരെ ഉണ്ടായില്ല, ഇത്ര നാളുകളായിട്ടുണ്ടായില്ല. പുതിയ ഗവൺമെൻറ് വന്നിട്ട് ഏകദേശം 2 മാസമാകുന്നു, എന്നിട്ടും ഉണ്ടായില്ല. അതുകൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നുമില്ല.